ഹലോ ഫ്രണ്ട്സ്, നല്ലൊരു ഡോണറ്റ് കഴിച്ചാലോ? പെട്ടെന്നൊരു പൂതി തോന്നിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മളെ ബീറ്റിംഗ് മെഷീൻ വാങ്ങിച്ചുകൊണ്ട് തന്നെ എന്ത് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ ഒരു 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മെഷീനിൽ ചെയ്താലും സാധാരണ ബൗളിൽ ഉണ്ടാക്കിയാലും എല്ലാം കണക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുള്ളതുകൊണ്ട് ഇതെടുത്തതേ ഉള്ളൂ. 3 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഡയറക്റ്റ് തന്നെ മൈദയിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. 3 ടീസ്പൂണാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡ്രൈ ഈസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറു ചൂടുവെള്ളത്തിൽ പെർമെൻറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ഒഴിച്ചെടുക്കുക. 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ ഇത്. ഇനി ഈ ഒരു ഡോണറ്റിന് നല്ല ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അൺസോൾട്ടഡ് ഹെയ്ഡ്സിൻ്റെ ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ കൂടുതൽ ചേർക്കുന്നതിന് നല്ല മോയിസ്റ്റാവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ഡോണറ്റ് കഴിക്കാൻ. അപ്പോൾ ഇതാ ഈ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് ഞാനിത് കുഴക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫിറ്റാക്കുക. ഇതിൻ്റെ മേലിൽ ജസ്റ്റ് ഒന്ന് അത് ഫിറ്റാക്കുക. അതിന് ശേഷം നമുക്കിത് ഓൺ ചെയ്യാം കേട്ടോ. ഒരു പണിയുമില്ല. ഇതിങ്ങനെ എന്താ പറയുക, ജസ്റ്റ് കറങ്ങുന്ന ആ ഒരു ഇതേ ഉള്ളൂ. നമുക്ക് വേറെ യാതൊരു എന്താ പറയുക കൈ ഇടക്കിടക്ക് ഇങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് വാങ്ങുന്നതിന് മുന്നേ നോർമലി കൈ കൊണ്ട് കുഴച്ചിട്ട് തന്നെയാണ് ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നതാണ് ഈ ഒരു പ്രോസസ്സ്. ഇനി ഇതിലേക്ക് നമുക്കിതാ പാല് ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുള്ള പാല്, അതൊരു കപ്പാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം 3/4 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 3/4 കപ്പ് പാല് എന്താ പറയുക, ഓരോരുത്തർ ഇത് കപ്പളവ് ഓരോ രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ 3/4 കപ്പ് പാൽ വെച്ചിട്ട് നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ വീണ്ടും പാൽ വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി വേണേനു. അപ്പോൾ ഞാൻ 1/4 കപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ കൈ കൊണ്ട് കുഴക്കുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡോ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി പാലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും 1 മിനിറ്റോളം ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡോണറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കാം, ബേക്ക് ചെയ്തിട്ടുണ്ടാക്കാം. ഞാനിപ്പോൾ ബേക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റബ്ബർ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഡോ കിട്ടാൻ കേട്ടോ. ഇനി പണിയൊന്നുമില്ല കേട്ടോ. ആ ബ്ലേഡൊക്കെ മാറ്റിയിട്ട് നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ കയ്യിൽ തടയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡോ ഇവിടെ റെഡിയായി. ഇനി നമുക്കൊരു 2 മണിക്കൂർ ഇത് മൂടി വെച്ചിട്ട് ഒന്ന് പെർമെൻറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, വെറും 2 മണിക്കൂർ മാത്രം മതി. നല്ല അടിപൊളിയായിട്ടുള്ള ഡോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ മാവ് ഉണ്ടാവാൻ. നമ്മുടെ മാവ് കുഴക്കുന്നതിലല്ല, നല്ല പെർഫെക്റ്റായിട്ട് പൊന്തിയാലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഓരോ ഷേപ്പിൽ പരത്തിയെടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഞാൻ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നോർമലി നമ്മൾ ഡോണറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ഇട്ടുന്നുള്ളൂ കേട്ടോ. നമ്മൾ മാവ് പൊന്തി വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മൈദ ഡസ്റ്റ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി നമുക്ക് ഓരോ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നന്നായിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം ഞാനൊരു 10-12 ഡോണറ്റിൻ്റെ ആ ഒരു ഇതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഞാനൊരു 5-6 എണ്ണം ഇതുപോലെ ബോൾസ് ആക്കിയിട്ടും ബാക്കിയെല്ലാം ഡോണറ്റിൻ്റെ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഗായ്സ്, ഞാനിത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ട്രേ ഇതിലേക്ക് കയറ്റാം. ഓ ഗോഡ്. അപ്പോൾ ഞാൻ ട്രേ ഉള്ളിൽ വെച്ചിട്ടുണ്ട്.
ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഒരു 20 to 25 മിനിറ്റ്സ് നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഡോണറ്റ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഓയിൽ ഫ്രൈ ചെയ്യുന്ന അത്ര ഇഷ്ടമല്ല. അപ്പം നിങ്ങൾക്ക് ഓയിൽ ഫ്രൈ ചെയ്യുന്ന ഇഷ്ടമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോട്ടാ. ഇതാവുമ്പോൾ കുറച്ച് ഒരു ഹെൽത്തി അല്ലേ, ഓയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതാ 25 മിനിറ്റിന് ശേഷം നമ്മുടെ ഡോണറ്റ് ഇവിടെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. താങ്ക്